വലതുവശത്തെ കള്ളൻ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടമായി. ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ജിത്തു ജോസഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് നമ്മളെ ശരിക്കും ഹുക്ക് ചെയ്യുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ജിത്തു ജോസഫ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഡിനു തോമസ് ആണ് ഈ സിനിമയുടെ റൈറ്റർ. നല്ല വെൽ റിട്ടൺ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ തന്നെ സിനിമയുടെ ത്രില്ല് ഒട്ടും ചോർന്നു പോകാതെ തന്നെ കഥാപാത്രങ്ങളുടെ ഇമോഷൻസും സിനിമയിൽ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലോ പേസ് ആണ് സിനിമ. ഭയങ്കര ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഹെവി ഒരു ത്രില്ലർ അല്ല, ഒരു നോർമൽ ഒരു ഡീസന്റ് ത്രില്ലറാണ് സിനിമ. അപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ഇൻട്രഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും കറക്റ്റ് ഒരു ആർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അവരുടെ ആ ഒരു പെർഫോമൻസും കൂടി വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് നമുക്ക് സിനിമ കണ്ടിരിക്കാനായിട്ട്. ബിജു മേനോനായാലും ജോജു ആയാലും സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അത് ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സും ഒരു സാറ്റിസ്ഫൈങ് ക്ലൈമാക്സ് തന്നെ വന്നത്. പക്ഷേ ആ ക്ലൈമാക്സ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം സിനിമ ആദ്യം മുതൽ അവസാനം വരെ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ ഒരു ക്യാരക്ടർ അതങ്ങനെ ഷിഫ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. പിന്നെ സിനിമയാണ്, സിനിമയിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് ബിജു മേനോൻ ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ പുള്ളി ഗംഭീരമായിട്ട് തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സീൻ മുതൽ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ മുതൽ അവസാനത്തെ എൻഡ് സീൻ വരെ പുള്ളി ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ബിജു മേനോന്റെ കരിയറിലെ. ജോജു ആണ് ഈ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരുപാട് ഇമോഷണൽ ലെയേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ രംഗങ്ങളിൽ ജോജുവിന്റെ പെർഫോമൻസ് ശരിക്കും നമ്മളെ ടച്ച് ചെയ്യും. അത് പുള്ളി ഏത് സിനിമയിൽ ചെയ്താലും നന്നായിട്ട് തന്നെ പുള്ളി അത് ചെയ്യും. അപ്പോൾ ഈ സിനിമയിലും അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളിലൊക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയലോഗ് പ്രസന്റേഷനും എനിക്ക് നന്നായിട്ട് തന്നെ അനുഭവപ്പെട്ടു പുള്ളിയുടെ. പിന്നെ ബിജു മേനോന്റെ മകന്റെ കഥാപാത്രം ചെയ്ത KR ഗോകുലിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ എനിക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാതെ വന്നത്. ഒട്ടും ഒരു ഇംപ്രസീവ് അല്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ. പിന്നെ ലെന, ഇർഷാദ്, മനോജ് KU, ലിയോണ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ കിട്ടിയ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സതീഷ് കുറുപ്പാണ് ഈ സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷ്വൽസും ആ ഫ്രെയിമിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വിഷ്ണു ശ്യാമാണ് ഈ സിനിമയുടെ BGM സോങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സോങ് നോർമൽ ഒരു സോങ് ആയിട്ടാണ് തോന്നിയത്, പക്ഷേ BGM നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. VS വിനായകാണ് സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമക്ക് വലതുവശത്തെ കള്ളൻ എന്ന് എന്തുകൊണ്ട് പേരിട്ടു എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. ഒരു സ്ട്രൈക്കിംഗ് പേരാണ് വലതുവശത്തെ കള്ളൻ എന്നുള്ളത്, പക്ഷേ പേരും സിനിമയും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ മൂവി ആയിട്ടാണ് എനിക്ക് വലതുവശത്തെ കള്ളൻ അനുഭവപ്പെട്ടത്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.